പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തില്ല, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തില്ല, നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന ചില കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർധാവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുതാർന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷെയ്ക്കാൻഡ് ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, അത് കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു. അത് ഉത്കണ്ഠപ്പെടേണ്ട, നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവിടെ ബിസിനസ് തകർന്നു, അവിടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിന് ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ഇഴഞ്ഞു കിടക്കുന്നൊരു മനുഷ്യനുണ്ട്, ഇഴഞ്ഞു കിടക്കുന്നൊരു ജീവി. അത് സർപ്പമാണ്. സർപ്പം വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാൻ്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലർ സർപ്പം കയ്യിലെടുക്കും, ചിലർ സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണം. അപ്പോൾ ഇതിൽ ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതന്നെ അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്ക 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സത്യവും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന്, അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പോൾ അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പോൾ സർപ്പം പോലെ ഇരിക്കണ, ഇപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പോൾ ചില സ്വഭാവമുള്ള, അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവർ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. 2 കാര്യവും സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ.
അവർക്കത് അറിയത്തുള്ളൂ, അതാണ് വിഷയം. പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം അർത്ഥവത്തായിട്ട് കർത്താവിനെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പി വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ എന്താ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അറിയുന്ന അധികാരം തരികയല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്, ഞാനല്ല എൻ്റെ പിതാവാണ് എന്നിൽ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം, സർപ്പങ്ങളെ കീഴടക്കാൻ. അതാണ് മാർഗം. അപ്പോൾ നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ അവരൊറ്റക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതി തന്നെ ഉടമ്പടി. ഇനി ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട് അഭിഷേക തലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി, കൊല്ലം സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2024 നവംബർ 18 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ ജോലി സംബന്ധമായ ഒരു നിയോഗം, ഒരു എമൗണ്ട് എഴുതിയിട്ട് ആ സാലറിയിൽ എനിക്ക് ജോലി കിട്ടണം എന്നൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്നത്. 2025 തീരുന്നതിന് മുമ്പ് എനിക്ക് ജോലി തരണമെന്ന് എൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അടുത്ത് വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുകയും ചെയ്തു. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, കാരണം അത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെയാണ്, ഒന്ന് വായിച്ചു പോലും നോക്കാനാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. അവർ ചോദിച്ചതിനെല്ലാം എനിക്ക് മറുപടി പറയാൻ പറ്റി. അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും അവിടുന്ന് മെഡിക്കൽ എടുത്ത് പോരുവാനും കഴിഞ്ഞു. ഇവിടെ വന്ന് ഓഗസ്റ്റ് 25 ഞാൻ നാട്ടിൽ വന്നതാണ്. സെപ്റ്റംബർ ആദ്യം തന്നെ എനിക്ക് അവിടുന്ന് വിസ അയച്ചു തന്നു. പക്ഷേ തടസ്സങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഡിലേ ആയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഞാൻ സെപ്റ്റംബർ ആദ്യം വന്നു, പക്ഷേ ഉടമ്പടിയൊന്നും എടുത്തില്ല. തിരികെ പോയി, വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി. ഓൾറെഡി വിസ വന്നിട്ടുണ്ട്. വിസ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് കെട്ടി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകാമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. എന്നെ ഇവിടുത്തെ സാക്ഷിയാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഡിലേ ആയിക്കൊണ്ടിരുന്നു. എൻ്റെ വിസ റിജക്റ്റായി. ഒക്ടോബർ 31 വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ ഏജൻറ്റ് എന്നെ വിളിക്കുന്നു. നവംബർ 4 ഞാനിവിടെ വന്നു. എൻ്റെ അമ്മയുടെ സന്നിധി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കരഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പോയി. നവംബർ 5 ഈ വിസ റിജക്റ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ HR ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു വിസ തരാൻ പറ്റില്ല എന്നാണ്. നവംബർ 4 ഇവിടെ വിസ ഉടമ്പടി എടുത്തു. നവംബർ 5 ഞാൻ ആ മേഡത്തിനെ കോൺടാക്ട് ചെയ്ത മേഡം പറഞ്ഞു, ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അടുത്ത വിസ തരാൻ വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിസ അവർ നവംബർ 18 ആയപ്പോഴത്തേക്ക് തന്നു.
1-ാം തീയതി ആയപ്പോഴത്തേക്ക് അപ്രൂവൽ കിട്ടി. ഡിസംബർ 1 ആയപ്പോൾ അപ്രൂവൽ കിട്ടി. പിന്നെയും തടസ്സങ്ങൾ. അത് വീണ്ടും റിജക്റ്റായി. മെഡിക്കൽ എക്സ്പയറായി. ഫസ്റ്റ് മെഡിക്കൽ എക്സ്പയറായി. വീണ്ടും മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പിട്ട് അവർ വീണ്ടും എംബസിയിൽ നിന്ന് തിരിച്ചു വിട്ടു. HRD അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1 മാസം കഴിഞ്ഞു. വീണ്ടും ആ HRD അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് വിസ വീണ്ടും സ്റ്റാമ്പിങ്ങിന് വെച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പയറായി. ഫെബ്രുവരി 4 ആയപ്പോഴത്തേക്കും വിസ എക്സ്പയറായി. മെഡിക്കൽ എക്സ്പയറായി. പക്ഷേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. 28-ാം തീയതി ഫെബ്രുവരി 28-ാം തീയതി ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. മാതാവേ, നീ തന്ന ജോലിയാണ്, എൻ്റെ കൃപ കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അമ്മ തന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാൻ അമ്മ സഹായിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 28-ാം തീയതി ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിന് മുമ്പ് ഫെബ്രുവരി 28-ാം തീയതി അച്ഛൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ഗോൾഡൻ നമ്പർ 7 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ടെന്നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർച്ച് 7-ാം തീയതി എൻ്റെ വിസ അടിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ 28-ാം തീയതി പ്രാർത്ഥിച്ചിട്ട് പോയി. 3-ാം തീയതി അവിടുന്ന് വീണ്ടും വിളിക്കുന്നു, നിൻ്റെ പേപ്പറെല്ലാം തിരിച്ചു വിട്ടിരിക്കുന്നു, എനിക്ക് വീണ്ടും മെഡിക്കൽ എടുക്കണമെന്ന്. 1.5 മാസത്തോളം എംബസിയിൽ കിടന്നിട്ട് വിസ റിജക്റ്റ് സ്റ്റാമ്പ് ചെയ്യുകയോ തിരിച്ചു തരികയോ ചെയ്യാതിരുന്ന എൻ്റെ വിസ അച്ഛനെ കണ്ട് 3-ാമത്തെ ദിവസം എനിക്ക് അവർ തിരിച്ചയച്ചു തന്നു. 3-ാമത്തെ ദിവസം അയച്ചു. 3-ാം തീയതി അയച്ചു. 4-ാം തീയതി അവർ പറയുന്നു നിൻ്റെ വിസ എത്രയും പെട്ടെന്ന് ഇതായില്ലെങ്കിൽ 7 ദിവസത്തെ സമയം മാത്രമേ HR നിന്ന് നിനക്ക് തന്നിട്ടുള്ളൂ. ഓൾറെഡി 7 മാസത്തോളം ആവുന്നു. 7 ദിവസത്തിനകത്ത് വെച്ച് ഇത് ശരിയായി കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചു, ഈ 7 മാസം കൊണ്ട് നടക്കാത്ത കാര്യം 7 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാണ്? കാരണം അത് അവിടെ നിന്ന് അയക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെ വരാൻ തന്നെ 3 ദിവസം എടുക്കും. തിരിച്ച് അങ്ങോട്ട് അയക്കാനും 3 ദിവസം, 1 ദിവസം മെഡിക്കലിന്. പിന്നെ എങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനാണ്? വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണം. അപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ എന്താണേലും പോയി മെഡിക്കൽ എടുക്കുക പെട്ടെന്ന് തന്നെ. എൻ്റെ കൈ കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയി മെഡിക്കൽ എടുത്തു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കലിന് പോയത്. എക്സ്റേക്ക് പോയപ്പോഴും ബ്ലഡ് എടുക്കാൻ പോയപ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാൻ മെഡിക്കൽ ഫിറ്റായി. 3 മണിയായി റിപ്പോർട്ട് കിട്ടിയപ്പോൾ. 3 മണി വെള്ളിയാഴ്ച അന്ന് തന്നെ അവിടെ അടുത്തൊരു കൊറിയർ സെൻറ്റർ വഴി അയച്ചു. ഒരു കാരണവശാലും 3 ദിവസത്തിനകത്ത് വെച്ച് ഇതുവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച 3 മണിക്ക് ഞാൻ ഇവിടുന്ന് അയച്ച ഡോക്യുമെൻറ്റ് ശനിയാഴ്ച 4 മണിക്ക് മുമ്പ് എൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ കിട്ടി, 24 മണിക്കൂറിനകത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി അവർ സബ്മിറ്റ് ചെയ്തു സ്റ്റാമ്പിങ്ങിന്. 9-ാം തീയതി അവിടുന്ന് സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. കറക്റ്റ് 7-ാമത്തെ ദിവസം അവിടുന്ന് HR നിന്ന് 7 ദിവസത്തിനകത്തെന്ന് പറഞ്ഞു. ആ 7-ാമത്തെ ദിവസം എൻ്റെ വിസ അവിടെ സ്റ്റാമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആയിരുന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ സമയച്ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സഞ്ചാരി മാതാവാണല്ലോ, എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ മാത്രം എന്ത് ഇത്രയും തന്നിട്ട് അമ്മ താമസിപ്പിക്കുന്നേ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വചനം തുറക്കുമ്പോഴൊക്കെ ഏഷ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവം നടത്താതിരിക്കുമോ, ജന്മം നൽകി ഞാൻ നിൻ്റെ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള തിരുവചനം എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മനുഷ്യന് സാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളൊക്കെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്നെ 7 ദിവസം കൊണ്ട് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു. എല്ലാം നടക്കുന്നു, എൻ്റെ കാര്യത്തിലെല്ലാം നടക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നലെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കൂടിയപ്പോൾ ഞാൻ നിയോഗത്തിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് കിട്ടണം. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ വരുന്ന ശനിയാഴ്ച 4-ാം തീയതി പോവുകയാണ്. അതേപോലെ എൻ്റെ രോഗസൗഖ്യം, ഞാൻ സൗദിയിൽ 3 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ വെച്ച് വെറുതെ പോയി ഒരു യൂട്രസിൻ്റെ സർജറി സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തു നോക്കി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എൻഡോമെട്രിയൽ തിക്നെസ് 20 mm ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണിച്ചു. വേറൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തു, അവിടെ അങ്ങനെ തന്നെ. അവർ പറഞ്ഞു പീരീഡ്സ് കഴിയുമ്പോൾ നീ ചെയ്ത് നോക്കാൻ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയി ചെയ്ത് നോക്കിയത്. അന്നേരവും 18 mm ഉണ്ട്. അവർ പറഞ്ഞു നീ നാട്ടിൽ പോയി DNC ചെയ്യേണ്ടി വരുമായിരിക്കും, ബയോപ്സിക്ക് അയക്കേണ്ടി വരുമായിരിക്കും, എന്താണേലും നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. നാട്ടിൽ വന്ന് ഞാൻ
വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിനു മുമ്പേ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് മാതാവിനെ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, യൂട്രസ് നോർമലാണ് എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നീ സ്കാൻ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അത് ഞാൻ ബയോപ്സിക്ക് വിട്ടു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല എന്ന്. പിന്നെ എൻ്റെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു. മുട്ട് മടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ഞാനത് നിയോഗത്തിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് മുട്ട് മടക്കി എനിക്ക് ജപമാല ചെല്ലാൻ പറ്റിയാൽ മാത്രം മതി. എനിക്ക് അതിന് വേണ്ടിയെങ്കിലും എൻ്റെ മുട്ടൊന്ന് മടക്കാൻ പറ്റണേ. ഞാൻ ജപമാലയ്ക്കൊക്കെ പോകുമ്പോൾ ഓരോ അമ്മച്ചിമാരൊക്കെ മുട്ട് മടക്കിയെന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ദൈവം ഇത്രയും ചെറുപ്പമായി എനിക്ക് മുട്ട് മടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ആ വേദന ഉള്ളപ്പോഴും ഞാൻ മുട്ട് മടക്കിയത് ജപമാല ചൊല്ലി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ മെഡിസിൻ അതിനുവേണ്ടി കഴിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു മെഡിസിനും കഴിക്കാതെ കൊണ്ട് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കൊരു മുട്ടുവേദനയും ഇല്ല. ഞാൻ ജപമാല ചൊല്ലുന്നത് മുട്ടേ നിന്നുകൊണ്ടാണ്. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കി ഹോസ്പിറ്റൽ തോറും കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ രോഗികളായി കഴിയുന്നവരെ പോയി കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അനാഥാലയങ്ങളിൽ ഒക്കെ പോയി സഹായം ചെയ്യുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എവിടെ പോയി ചെയ്യാനാണ്, എനിക്ക് ആരെയും അറിയത്തില്ല, എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല, എങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട്, മോളെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത് കൊടുത്തിട്ട് അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. അത് കഴിഞ്ഞിട്ടും അവിടെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു അനാഥാലയത്തിൽ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. സഹായം എല്ലാ മാസവും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്ന ഒരു മനുഷ്യരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ആദ്യം ഇവിടെ നിന്ന് പത്രം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ കൊണ്ട് എല്ലാവരുടെയും കൈ കൊടുക്കും, എങ്ങനെ തീർക്കും എന്നായിരുന്നു എൻ്റെ വിഷമം. ആദ്യത്തെ കിട്ടി ഓരോ വീട് തോറും കൊണ്ടു നടന്ന് കൊടുത്തു. ഓരോരുത്തർ ഓരോ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി എതിരായിട്ടാണ് പറ്റിയത്, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിലേയും കൂടെ വന്നപ്പോൾ ഞാനോട്, ദൈവമേ എന്നെ കൈവിട്ടോ, ഉടമ്പടി എടുത്തിട്ട് എന്നെ കൈവിടല്ലേ, ഇവരുടെയൊക്കെ മുന്നേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 3 കെട്ട് പത്രം തന്നു. എനിക്കറിയില്ല ആ പത്രം എങ്ങനെയാണ് തീർന്നതെന്ന്. ഞാൻ ഇവിടെ പത്രം കിട്ടുമ്പോൾ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു. കിട്ടുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം വാങ്ങി തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡ് തോറും ബസ് സ്റ്റോപ്പ് തോറും ഹോസ്പിറ്റൽ തോറും എനിക്കറിയത്തില്ല, ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊടുത്തു. 3 കെട്ട് പത്രമൊക്കെ നിസ്സാര സമയം കൊണ്ട് ഞാൻ കൊടുത്തു തീർക്കാൻ പറ്റി. പിന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി തുടർന്നും ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളതല്ല, അതുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് പറയാം, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയോ പേരിന് പോയി നിന്ന് എന്തോ കണ്ടിട്ട് പോരുന്നു എന്നല്ലാതുകൊണ്ട് ആത്മീയതയായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നതിനും കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, വല്ലപ്പോഴും പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്തുനിന്ന് ബൈബിൾ വായിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ജപമാല ചെല്ലുന്നതിനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ വിളിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ഇത്രത്തോളം എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തിന് അതിനുവേണ്ടിയായിരിക്കും എൻ്റെ അമ്മ ഇത്രത്തോളം താമസിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. എത്ര പ്രശ്നങ്ങൾ വന്നാലും തളരാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ
നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഒരുപക്ഷെ ജോലി പ്രശ്നങ്ങളാവാം, സാമ്പത്തിക തകർച്ചകളാവാം. ഇതിലെല്ലാം ദൈവം ഒരു വഴി കാണിച്ചു തരും, ഒരു വഴി തുറന്നു തരുമെന്ന് വിശ്വസിക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ചോദിക്കുന്നതും യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തും തരുന്ന ഒരു ദൈവമാണ് നാം കണ്ടുമുട്ടുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുന്നതും, ജോലിയില്ലായ്മയിൽ നിന്ന് ജോലി ലഭിക്കുന്നതും, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതും എല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടിയാണ്. ഈ മകളുടെ സാക്ഷ്യവും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ് ലിജി തോമസ് എന്ന സഹോദരിയുടെ സാക്ഷ്യം. പ്രാർത്ഥിച്ചപ്പോഴും യാചിച്ചപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് എന്തും കിട്ടുന്ന ആ ദൈവത്തോടാണ് ഈ മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. ജോലിയിൽ വന്ന ഒരു മാറ്റമാണ്. നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് സാലറിയിൽ കൂടുതൽ സാലറിയിലുള്ള ഒരു ഹൈ സാലറിയിലുള്ള ഒരു ജോലിയാണ് ലഭിച്ചത്. ആ ബ്ലെസ്സിങ് കിട്ടിയ ഉടനെ വീണ്ടും പല തടസ്സങ്ങളാണ് ഈ മകൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ തടസ്സങ്ങൾ ആഫ്റ്റർ തടസ്സങ്ങളാണ് ഈ മകൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. വിസയ്ക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ ഫിറ്റ്നസ്സും ഓരോ പ്രാവശ്യം റിജക്ഷൻ ആവുമ്പോഴും വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴും, പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചപ്പോഴും, ഡെയിലി ബ്രെഡിൽ ആ മെസ്സേജ് ലഭിച്ചപ്പോഴും, ഡെയിലി ബ്രെഡിൽ പറഞ്ഞത് ഗോൾഡൻ നമ്പറിൽ 7 എന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോഴും ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിലും ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴത്തേന് അച്ഛനെ കണ്ട് 3-ാം ദിവസം പ്രൊസീഡിങ് എല്ലാം പ്രോസസ്സാവുകയാണ്. പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. 7 മാസം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് 7 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ മയുടെ കാര്യത്തിൽ ഇടപെട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, അപ്പോൾ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മൾ ഓരോ പ്രാവശ്യം പത്രം കൊണ്ട് പോകുമ്പോഴും പലരും പലതും പറയുമെങ്കിലും നമ്മൾക്ക് ഒന്നും ലജ്ജിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ പ്രാവശ്യവും പത്രം കൊടുക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ റിജക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ പ്രൊസീഡിങ് ആവാതെ, മെഡിക്കൽ ഫിറ്റ്നസ്സോ വിസയ്ക്ക് പോകുമ്പോഴെല്ലാം നമ്മൾ ഫിറ്റ് ആവാതെ അത് റിജക്ഷൻ ആവുമ്പോഴെല്ലാം ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഉടമ്പടിയിൽ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാം. നമ്മുടെ സംശയങ്ങളെല്ലാം നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ലിജി തോമസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായി എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എത്തിച്ചതിന് ഞാൻ 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രാധിക രാജൻ. ഇത് എൻ്റെ ഹസ്ബൻഡ്. ഇത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ. ഞാനിവിടെ എനിക്ക് അമ്മ മാതാവ് മാധ്യസ്ഥം അപേക്ഷിച്ചത് വഴി ഈശോയിലൂടെ എനിക്ക് ലഭിച്ച ഒരുപാട് രോഗസൗഖ്യങ്ങളും ഉണ്ട്. അതുപോലെ വേറെ ഒത്തിരി എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ വരുന്നത് ചെങ്ങന്നൂർ താലൂക്കിലുള്ള പുലിയൂർ പഞ്ചായത്തിൽ ഇലഞ്ഞിമേൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ എനിക്ക് ഇവിടുത്തെ യൂട്യൂബിൽ അമ്മ മാതാവിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്കും ഭർത്താവിനും ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ നാത്തൂൻ ഡൽഹിയിലാണ്, നേഴ്സാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാനൊരു അക്രൈസ്തവയാണ്. ഞങ്ങൾ അപ്പോഴൊക്കെ അതൊന്നും ഓണാക്കി നോക്കിയിട്ടൊന്നുമില്ല. അതെല്ലാം അപ്പം തന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ
അങ്ങനെ ഞാൻ അതൊന്നും ഞങ്ങൾ ഓണാക്കി നോക്കിയിട്ടില്ല. കാരണം ഞാനൊരു അക്രൈസ്തവേ, ഞാൻ ദേശദേവത അവിടെ അമ്പലത്തിൽ പോവുക അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഹാളിൽ സെറ്റിയിൽ ഇങ്ങനെ ഇവിടുത്തെ ഒരു പത്രം കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെവിടെ നിന്ന് ഈ പത്രം? അപ്പം പറഞ്ഞു, ആ മോനെ ഇവിടെ അടുത്തൊരു ചേച്ചിക്ക് അവിടെ പോയി കുഞ്ഞുണ്ടായി, അവൾ കൊണ്ടിട്ടതാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ ഇടുന്നതെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം കീറിയില്ല, പക്ഷെ ചുരുട്ടിക്കൂട്ടി ഞാൻ എറിഞ്ഞു. പക്ഷെ അത് ചെയ്തത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് ആ ഒരു തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നുകയും എനിക്ക് ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആദ്യമായിട്ട് എനിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായി. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത്, അതിൻ്റെ അപ്പുറം ഇറിഗേഷൻ കനാലാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ ഇറിഗേഷൻ്റെ ഞങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത് അത് അവരുടെ കനാലിൻ്റെ വസ്തുവിലൂടെ ചേർന്നാണെന്നും പറഞ്ഞ് അവർ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ചായത്തിലൊക്കെ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്തു, പക്ഷേ എനിക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആകപ്പാടെ ഒരു ധർമ്മസങ്കടത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ മകളുടെ അസുഖം ഭേദമായത് കൃപാസനത്തിൽ പോയാൽ നീ ഒരു കാര്യം നീ വിശ്വസിക്കേണ്ട, നീ അവിടെ പോകണ്ട, നിനക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയെങ്കിലും നീ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് എന്നും പറഞ്ഞൊരിതുണ്ട്, അത് ഗൂഗിൾ എടുത്ത് നീ ചെയ്താൽ മതി, നീ പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് അത് കേൾക്കും, നിനക്ക് വിശ്വാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം, നിനക്ക് ആ കാര്യം സാധിച്ചാൽ നീ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, എനിക്കത് സാധിച്ചു തന്നാൽ ഞാൻ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ, എനിക്ക് അന്ന് അത്ര ഇതിനെ അറിയില്ല, ഞാൻ നിലവിളക്ക് കത്തിച്ച് വെച്ചാണ് എൻ്റെ മക്കളെ കൂടെ വിളിച്ചിരുത്തി ഞാൻ അത് ഗൂഗിൾ എടുത്ത് ഞാൻ അപ്പോഴും ദേശദേവതയോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മ എൻ്റെ വലക്കാവിലമ്മ ഞാനിത് മാതാവിൽ ഇത് ചെയ്യാൻ പോവാണ്, എനിക്കിത് അറിയത്തില്ല, എനിക്കിത് പറഞ്ഞു തരണേന്ന്. ഞാനത് സ്വയം ഗൂഗിൾ എടുത്ത് ഇങ്ങനെ കൃപാസനം അടിച്ചു കൊടുത്ത് അത് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാതാവെ എന്നെ ഇറിഗേഷൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അയച്ചു. ഞാൻ കരഞ്ഞൊത്തിരി പ്രാർത്ഥിച്ചു. ആ ഒരു ഉച്ച സമയത്ത് ഞാനൊന്ന് മയങ്ങുന്ന സമയം ആരോ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്നെ തട്ടിയിട്ട്, നീ നാളെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയൊന്ന് കാണണമെന്ന്. പെട്ടെന്ന് ഞാൻ ചാടി എണ്ണിച്ച് ഞാൻ എളുപ്പം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അവധി എടുക്കണം, നാളെ നമുക്ക് പഞ്ചായത്തിലൊന്ന് പോകണം. അപ്പോൾ പറഞ്ഞു, എന്തിനാ, പ്രസിഡൻ്റൊക്കെ ഒത്തിരി നോക്കിയതല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, നാളെ പോകണം, എന്നോടൊരാൾ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പുള്ളി അവധിയെടുത്തു. ഞങ്ങൾ രണ്ടുകൂടെ പ്രസിഡൻറ്റിനെ പോയി കണ്ടു. പ്രസിഡൻറ്റ് അപ്പോൾ തന്നെ ഫോണിൽ ആരെയോ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്ന് അതൊന്ന് അളന്ന് നോക്കണം, അളന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ പ്രസിഡൻറ്റ് പറഞ്ഞു, അളന്നോ, അത് നിങ്ങളുടെ വസ്തുവിലുണ്ടെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാവകാശം തന്നാലും ഞങ്ങൾക്ക് ആ ടാങ്ക് മാറ്റാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. ആകെപ്പാട് 4 സെൻറ്റ് സ്ഥലമാണ്, അതിനകത്താണ് വീടും പിന്നെ ഇത് കിണറും എല്ലാം നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സ്ഥലം അത് മാറ്റിയിടാനില്ല. അപ്പോൾ ഞാൻ അവിടെ പിറ്റേ ദിവസം അവർ അളക്കാൻ വരുമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അളക്കാൻ വന്നു. അവർ ജോലിക്കാരെയും കൊണ്ട് അവർ വന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അവരളക്കുക, കനാലിൻ്റെ കല്ലുണ്ട്, ആ കല്ല് അവരുടെ വസ്തുവിലാണെങ്കിൽ എനിക്കത് മാറ്റിയിടാൻ എനിക്ക് വേറെ സ്ഥലമില്ല, 4 സെൻറ്റ് സ്ഥലമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവർ മാറിയും കയറി അവരളന്നു. അവരുടെ വസ്തുവും ആ ടാങ്കും തമ്മിൽ ഇങ്ങനെ തള്ളി മാറ്റി പിടിച്ചിരിക്കുന്ന പോലെ എൻ്റെ ടാങ്ക് അവിടെ നിന്നിരുന്നത്. എനിക്കത് ഉറപ്പുണ്ട്, എൻ്റെ മാതാവ് അവിടെ എന്നെ രക്ഷിച്ചതാണെന്ന്. ഞാൻ അതുവരെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഉടമ്പടി ലൈറ്റ് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഈ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അവരൊത്തിരി അളന്നപ്പോൾ അവർക്ക് ബോധ്യമായി ഞങ്ങളുടെ വസ്തുവിൽ തന്നെ ആ ടാങ്ക് കിടക്കുന്നത്. ഇങ്ങനെ മുട്ടി ഇല്ല എന്നുള്ള രീതി, ഇങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് അത് കിടന്നിരുന്നത്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനും മക്കളും ഇങ്ങനെ നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിന് അതുവരെ വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 17/9/2024 ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ വരാനിരുന്നതിൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, പുള്ളിക്കിങ്ങനെ ക്യാൻസറാ എന്നുള്ളത് അറിയുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ആദ്യമേ ഒന്നാമത്തെ നിയോഗം വെച്ചത് ഏതൊരു പെട്ടിവണ്ടി ഓടിക്കുക. അപ്പം ഏതൊരു പാതിരാത്രിക്ക് ഞങ്ങൾക്ക് തേങ്ങയുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 7 മണിക്കാണ് വരുന്നത്. ആ 7 മണിക്കും ഈ അണ്ണനെ വിളിച്ചുകൊണ്ടാണ് തേങ്ങ എടുക്കാൻ പോകുന്നത്. അത് രാത്രി 1 മണിക്കൊക്കെയാണ് തിരിച്ച് വരുന്നത്.
അങ്ങനെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഓടി വരുന്ന ഒരു ആളാണ്. അപ്പോൾ അതുമല്ല, അവർക്ക് ഇല്ലാതിരുന്ന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായതാണ്. വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ഇതായി. ഞാനപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത്, അമ്മ മാതാവേ, എന്നെ ഇറിഗേഷൻ്റെ ഇതിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ആ അണ്ണന് ആ ക്യാൻസർ എന്ന് 5 വർഷമായി തുടങ്ങിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. കണ്ണിൻ്റെ അവിടെ ആയിട്ടാണ്, കണ്ണ് പോകും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. പക്ഷേ ആ കണ്ണ് പോകരുത്, ആ ക്യാൻസർ എന്ന മാതിരി അതെവിടാണോ നിൽക്കുന്നത് അവിടുന്ന് വേറെ എങ്ങോട്ടും മാറരുതേ, അവിടെ തന്നെ അത് നിന്ന് അവിടുന്ന് പൂർണ്ണമായി അത് സൗഖ്യപ്പെടുത്തണേ എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. അവിടുന്ന് ഞാൻ അതെഴുതി ഞാൻ അന്ന് തന്നെ അണ്ണൻ്റെ അടുത്ത് പോയി ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതോട്ട് ഇങ്ങനെ സ്പ്രെഡായോ എന്നുള്ളത്, സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീമോ ചെയ്യണം, 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അണ്ണന് അത് ചെയ്യാനുള്ള ശേഷിയില്ല, ആരോഗ്യമില്ല എന്ന്. പക്ഷേ അവിടെയും അമ്മ അണ്ണനെ രക്ഷിക്കുകയായിരുന്നു. ഡോക്ടറിനും അത്ഭുതമായി. 20 ചെയ്തപ്പോഴേ നല്ല 30 ചെയ്യാനുള്ള ആരോഗ്യവും അമ്മ മാതാവ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സ്പ്രെഡായതിൻ്റെയൊക്കെ ചെക്കപ്പ് ചെയ്തൊക്കെ ഇതുണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയം, അത് സ്പ്രെഡായി കാണുമോ, സ്കാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും. എനിക്ക് എൻ്റെ കാശ് രൂപം കൊടുത്തു വിടണമെന്ന് എൻ്റെ മനസ്സ് പറയുക. പക്ഷേ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാശ് രൂപം നിങ്ങൾ ആർക്കും അങ്ങനെ കൈമാറില്ലെന്ന്. അന്ന് രാത്രി ഞാൻ അമ്മ മാതാവിനോട് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, നാളെ ആ അണ്ണൻ ആ സ്കാനിങ്ങിന് പോവാം, അതിന് എനിക്ക് ഈ കാശ് രൂപം കൊടുത്തു വിടണമെന്നുണ്ട്. കാരണം ഈ കാശ് രൂപം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് അതങ്ങ് സ്പ്രെഡാകത്തില്ലെന്ന്. അതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കൊണ്ട് കയ്യൊപ്പ് ശുശ്രൂഷ വെപ്പിച്ചായിരുന്നു. അണ്ണൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കിത് കാശ് രൂപം ഞാൻ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരടയാളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഇവർ 10 മണിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 9 ആയിട്ടും ഒരു ഇതും എനിക്ക് കിട്ടുന്നില്ല. അമ്മ മാതാവ് ഒരടയാളം എനിക്ക് തന്നില്ല. ഞാൻ ഒരു 9:15 ഞാൻ അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു ചോദിച്ചു, അമ്മ അതെ അപ്പോൾ കൊടുത്ത് വിടണ്ടായില്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നേനെ വല്ലോ എന്ന് പറഞ്ഞതുമല്ല. നല്ല മുല്ലപ്പൂവിൻ്റെ മണമെന്ന് വെച്ചാൽ നല്ല മണം, ആ മുറിയിൽ നിൽക്കാൻ വയ്യാത്ത മണം. ഞാനപ്പോൾ എളുപ്പം എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വന്നാണ്, വിശ്വനെ എളുപ്പം ഓടിവാ, ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയിൽ നല്ല മണം. അപ്പോൾ പുള്ളി നീ പൊക്കോ, ഞാൻ വരാം. മണ്ടയ്ക്കപ്പോൾ പണി നടക്കുക, പഠനമുറി കിട്ടി, അതിൻ്റെ പണി നടക്കുക. പക്ഷേ പുള്ളിയെ അവിടെ നിർത്തിയില്ല. ആ മണം അവിടെ വരെ ചെന്ന് പുള്ളി എളുപ്പം എൻ്റെ പുറകിൽ ഇറങ്ങി വന്നിട്ട് ഈ മണം അവിടെ വരെ വന്നു. അപ്പം ഞാൻ പറഞ്ഞ്, ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് മതി, അവരിപ്പോൾ പോകും, നമുക്ക് എളുപ്പം പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എളുപ്പം ഞങ്ങൾ വണ്ടിയിൽ ചെന്ന്, അപ്പോൾ ഇവർ പോകാൻ ഇറങ്ങുക. ഞാൻ എൻ്റെ കാശ് രൂപം കൊടുത്തു വിട്ടു. ഞാൻ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഇവരുടെ റിസൾട്ട് 1:30 റിസൾട്ട് കിട്ടിയപ്പോൾ. അതുവരെ ഞാൻ ജലപാനമില്ലാതെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാരണം റിസൾട്ട് നെഗറ്റീവാണ്, പൂർണ്ണമായി ക്യാൻസർ മാറി എന്നുള്ളത് എനിക്ക് കേൾക്കണം അമ്മ മാതാവ്, എന്നാലും ഞാൻ ഇവിടെ നിന്ന് എണ്ണിക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ അവിടെ നിന്ന് 1:30 ആയപ്പോഴാണ് വിളിച്ചിട്ട് വിശ്വനോട് പറഞ്ഞെടാ, എൻ്റെ ടെസ്റ്റ് എല്ലാം ഒത്തിരി ചെയ്തു, എനിക്ക് ക്യാൻസർ പൂർണ്ണമായിട്ട് മാറി, ആ ഒരു രോഗം ഇപ്പോൾ എന്നിലില്ല എന്ന്. അത് എനിക്കൊരു വലിയ, കാരണം എനിക്ക് ജനിക്കാതെ പോയ ഒരു ചേട്ടനായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. അത് എനിക്ക് ഒത്തിരി ഒരു വലിയ അനുഭവമാണ് അതെനിക്ക്. കാരണം ഞാനിവിടെ 2ാമത് പുതുക്കാൻ വന്നപ്പം സിസ്റ്റർ, അന്ന് എൻ്റെ ഇത് പുതുക്കാൻ സിസ്റ്റർ എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല സാക്ഷ്യങ്ങളോ? അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കായിട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ, മറ്റുള്ള 2-3 പേരുണ്ട്, പക്ഷെ അവരൊന്നും ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു. അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. നമുക്കല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈശോ നമ്മുടെ കാര്യങ്ങളും ചെയ്തു തരും. അതെനിക്ക് അനുഭവം വന്നു. ഞാൻ ഈ അണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് നാളായി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ മേലോട്ട് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല, കാരണം സാമ്പത്തികം വേണം. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്ത്, എന്തിനാ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നും പറയും, അമ്മ മാതാവേ, ഞാൻ ആ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ വിശ്വന് മറ്റേ തന്നെയാണ് വിറക് കീറുക എല്ലാം ചെയ്തു. പക്ഷേ ഈ കൈ പൊക്കി വിറക് കീറാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കൂലിക്ക് ആളെ നിർത്തി വിറക് കീറിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ആ തൈലം തൊട്ട് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ നന്നായിട്ട് ഉയർത്താൻ പറ്റും, നന്നായിട്ട് ഉയർത്തി ആ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിന്. അത് എനിക്ക് ഏറ്റവും വലിയൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ അടുത്തിടയ്ക്ക് പനി നന്നായിട്ട് വന്നിരുന്നു. പനി കൂടിയെന്ന് വെച്ചാൽ നല്ലതായിട്ട് കൂടി.
അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തമാണെന്നുള്ളതാണ് ടെസ്റ്റിൽ തെളിഞ്ഞത്. അതെന്നെ വല്ലാതെ ഒരു വിഷമത്തിലാക്കി. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, രാവിലെ എണ്ണിക്കുമ്പം തന്നെ ഞങ്ങളെക്കാൾ ഉപരി പോയി ഉപ്പും തൈലവും കഴിക്കുന്ന ആളാണ്. അപ്പോൾ എന്നിട്ടാണ് കാണാം അമ്മ മാതാവ് മഞ്ഞപ്പിത്തം കൊടുത്തത്. ഞാൻ അന്നേരം എളുപ്പ ടെസ്റ്റ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് തന്നെ വേറെ ടെസ്റ്റിന് തരുവാണെങ്കിൽ ആ ടെസ്റ്റിൽ ഈ മഞ്ഞപ്പിത്തം കാണരുത്, ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അതും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് കൂടെ ചെയ്യണം, എന്നിട്ട് അതെന്താണെന്നുള്ളത് ആക്കാം, ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞപ്പിത്തം ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേറെ എന്തോ തന്നു. പക്ഷേ ആ ടെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിനകത്ത് മഞ്ഞപ്പിത്തമില്ല. ആ ഡോക്ടറിനെ ആ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന, ആരാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന്? ഇതിനകത്ത് മഞ്ഞപ്പിത്തം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അതും എനിക്കൊരു വലിയ ഒരനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി വെച്ചതാണ് പ്രമാണം. അത് ഞങ്ങൾ ഒരാളുടെ ശമ്പളം കൊണ്ട് തന്നെ അത് അടഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 12 വർഷത്തേക്കാണ്, ഇപ്പോൾ 6 വർഷമായി. ഈ 6 വർഷമായപ്പോൾ ഞങ്ങൾ ചുമ്മാതെ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ വെച്ചിരുന്നു എൻ്റെ പ്രമാണം എന്നെ എടുക്കണം എന്നുള്ളത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പം ഞങ്ങൾ ആ ബുക്ക് ചുമ്മാ ഒന്ന് കൂട്ടി നോക്കിയപ്പം ഈ 6 വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾ 3 ലക്ഷം എടുത്തെടുത്ത് 2 ലക്ഷം അടഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഇത് ഇത്രയും പലിശയാണ് അടച്ചേക്കുന്നത്, ഇനിയത്തെ 6 മാസമേ ഇനിയത്തെ 6 വർഷം മാത്രമേ നിങ്ങളുടെ മുതൽ ഇതാകത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ ഈ 6 വർഷവും അടച്ചത് പലിശ ഇനത്തിലായി. ഇനി 6 വർഷമായാലേ നിങ്ങളുടെ മുതലാകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഈശോനോട് പറഞ്ഞു, എങ്ങനെയാണ് നമുക്കിനി ഇതെങ്ങനെയാണ് ഈ 6 വർഷം കൂടെ അടയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഞാനപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ എങ്ങനെങ്കിലും അതിന് മുന്നേ അത്രയും തുക അടയ്ക്കാം, കാരണം മക്കളുടെ പഠിത്തം എല്ലാം കൂടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എങ്ങനെങ്കിലും പ്രമാണം എടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എന്നും 5:30 ഞങ്ങളത് കൂടും. അപ്പോൾ ഞാൻ എന്നും ആ പാസ്ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അച്ഛൻ്റെ കുരിശെടുത്തുള്ള പ്രാർത്ഥനയിൽ ആ പാസ്ബുക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടണേ എന്നാണ്. അതുപോലെ അത് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൂട്ടുകാരൻ്റെ ഹെൽപ്പോട് കൂടിയും പിന്നെ സ്വർണം കുറച്ച് കൊടുത്തും കൂട്ടുകാരൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഒരു കൂട്ടുകാരൻ ആളെന്ന് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരൻ്റെ ആ സഹായത്തോടെ എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടി. ഒരിക്കലും അത് ഇപ്പോഴെങ്ങും ഞങ്ങളുടെ കയ്യിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഒരു പ്രമാണമാണ് അത്. അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിൻ്റെ ഇതിൽ ആ മാതാവ് ഈശോയോട് അപേക്ഷിച്ചത് കൊണ്ടാവാം ആ പ്രമാണം ഞങ്ങൾക്ക് കയ്യിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് എടുക്കാൻ സഹായിച്ച ആ വലിയ മനുഷ്യനും കുടുംബത്തിനും എന്നും അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അതുപോലെ ഒത്തിരി സഹായം ആ മനുഷ്യൻ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, അവിടെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കൊച്ചുനാൾ മുതലേ എനിക്കുള്ള കൊടിഞ്ഞി വന്നാൽ എനിക്ക് വെട്ടം കാണരുത്, ഭയങ്കര ഇതാണ്, ഛർദിൽ ഭയങ്കര ഒരിതാണ് ഈ കൊടിഞ്ഞി വന്നു കഴിഞ്ഞാൽ. അത് പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഒരിക്കലും എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ കൈക്ക് സർജറി പറഞ്ഞതാണ്, ഈ കൈയുടെ ഇവിടെ നരമ്പ് കുറുകി. അത് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ നിയോഗം വെച്ചിട്ടില്ല. ഇന്ന് വരെ എനിക്കായിട്ടൊരാവശ്യം ഞാൻ ഇതുവരെ നിയോഗം വെച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിനോ മറ്റുള്ളവർക്കോ വേണ്ടിയേ ഞാൻ നിയോഗം വെക്കാറുള്ളൂ. പക്ഷേ ഈ രണ്ടും കൈയുടെ വേദന കൊണ്ട് എൻ്റെ ഹസ്ബൻഡും മക്കളും ആ കൂടുതൽ കട്ടിപ്പണികൾ, തുണികൾ കഴുകുന്നതും മിറ്റം തൂക്കും, അങ്ങനെ എൻ്റെ മക്കളായിരുന്നു എല്ലാം ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണെന്നറിഞ്ഞൂടെ ഈ ഉപ്പും തൈലം പുരട്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കയ്യിലാണ്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ തലവേദന കൊടിഞ്ഞ് പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല, കയറി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. ആ ബസ്സേ മാത്രമല്ല, ദൂരയാത്ര ഒന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഛർദ്ദിക്കും. പക്ഷേ ഇന്ന് എനിക്ക് ആ ഛർദ്ദിലുമില്ല, ആ കൊടിഞ്ഞ് ചെന്ന ആ തലവേദനയും ഇല്ല. അതുപോലെ സർജറി പറഞ്ഞാൽ എൻ്റെ ഈ കൈകൊണ്ട് ഇന്ന് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, എനിക്കൊരു വേദനയാട്ടെ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കുറേ പേർക്ക് ഇതിൻ്റെ സർജറി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ സർജറി ചെയ്താലും പിന്നെ വേദനയാണ്. പക്ഷേ മാതാവ് എനിക്ക് അതിനുള്ള ഒരിത് തന്നില്ല. അതിനു മുമ്പേ മാതാവ് അത് എടുത്തു മാറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രേക്ഷിത ഇതായിട്ട് ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എവിടെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാലും ഞങ്ങൾ അവിടെ എല്ലാം പോകും. ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ ആര് വന്ന് പെട്ടാലും അവർ കേൾക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ മകന് രോഗമൊക്കെ ഉണ്ട്, അതൊന്നും മകനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
എൻ്റെ അമ്മയ്ക്കും രോഗമൊക്കെ ഉണ്ട്. അമ്മയും മോനെയും കൂട്ടി ഞാൻ മെയ് മാസത്തിൽ എൻ്റെ അമ്മ മാതാവ് ഇവിടെ എൻ്റെ മകനെയും കൂട്ടി ഇവിടെ വരാൻ എനിക്ക് ഇത് അനുഗ്രഹം തരും. ഞാൻ മെയ് മാസത്തിൽ ഇവിടെ വരും. കാരണം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തരും, ആ അനുഗ്രഹങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ സാക്ഷ്യമായിട്ട് ഞാൻ അന്ന് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയും. പിന്നെ എന്നും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ആയാലും ഇങ്ങനെ എല്ലാം ചെയ്യാനുള്ള ആ ഒരു ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആ ഒരു മനസ്സ് എന്നും തരണമെന്നും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുവചനം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. രാധിക രാജൻ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തവും ആത്മാർത്ഥവുമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ മകൾ ഏറ്റുപറഞ്ഞത്. തൻ്റെ ജീവിത പങ്കാളിയോടും കൂട്ടുകാരനോടും കൂടെയാണ് ഇവരിവിടെ വന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനുമൊക്കെ അവർ നന്ദി പറയുകയാണ്. രാധിക രാജൻ അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു ഭൂമി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ വസ്തുവുമായിട്ടുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഒരു നല്ല അഭിഭാഷകയായി ഈശോയിൽ നിന്ന് നീതി ലഭിച്ചതിനെക്കുറിച്ചാണ് ആദ്യമായി പറഞ്ഞ സാക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ നാം എത്ര തന്നെ സങ്കടത്തിലായാലും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമായിരുന്നാലും അമ്മ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാടുണ്ട്. അതായത് ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവം നിന്നിൽ വസിക്കുന്നു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു നിലപാട് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിൻ്റെ തീരുമാനങ്ങൾ അതാണെങ്കിൽ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അച്ഛൻ നമുക്ക് എപ്പോഴും ഉറപ്പു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരന് വേണ്ടി ഇവരൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിനെക്കുറിച്ച് ഏറ്റുപറയുകയുണ്ടായി. ക്യാൻസർ ബാധിച്ച് ഈ മകൻ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈ മകൾക്ക് ലഭിച്ചൊരു കൃപയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആ മകന് സൗഖ്യം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഈശോയോടുള്ള ആ പ്രാർത്ഥന വളരെ അച്ചിട്ടതായി അദ്ദേഹത്തിൻ്റെ ക്യാൻസർ നെഗറ്റീവാണെന്നുള്ള റിപ്പോർട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചതിൻ്റെ വലിയ സാക്ഷ്യമാണ്. പത്രോസ് പറയുന്നത് പോലെ ഈ മകൾ ഒട്ടും തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. രാധിക രാജൻ പറയുന്നു, എൻ്റെ ഛർദിയിലും എൻ്റെ തലവേദനയിലും ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ഒരു നിയോഗം എഴുതിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനെ കൈ ഉയർത്തണം, കൈയുടെ വേദന മാറണം, അതുപോലെ തന്നെ കൂട്ടുകാരനെ സൗഖ്യം ലഭിക്കണം, ഇതെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് തന്നെ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതായിട്ടാണ് ഏറ്റുപറയുന്നത്. പത്രോസ്ലീഹ പറയുന്നു, ഈശോയുടെ താബോർ മലയിൽ വെച്ചുണ്ടായ രൂപാന്തരീകരണത്തിൽ പത്രോസ് എല്ലാം മറന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് എലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. പത്രോസ് എവിടെ ജീവിക്കുമെന്ന് പത്രോസിന് അതിനെക്കുറിച്ചൊരു ആകുല ചിന്തയുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടാരത്തിലാണെന്നുള്ള ആ അതിയായ വിശ്വാസവും ഉറപ്പും അദ്ദേഹത്തിന് ദൈവത്തിൽ ഒന്നായി നിൽക്കാനുള്ള കൃപ അദ്ദേഹത്തിനുണ്ടായി. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡിലൂടെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ അവരുടെ വീടിൻ്റെ പ്രമാണത്തിന് ഒരു വലിയ തീർപ്പുണ്ടായതായി മകൾ ഏറ്റുപറയുകയാണ്. 6 വർഷക്കാലം അവർ പലിശ അടച്ചുകൊണ്ടിരുന്നു. ഇനി വീണ്ടും 6 വർഷം പൈസ അടച്ചാലേ അവർക്ക് അവരുടെ വീടിൻ്റെ പ്രമാണം തിരിച്ചു കിട്ടുകയുള്ളൂ. പക്ഷേ ആ ഒരു അവസ്ഥയിലാണ് ഈശോ അവർക്ക് അതെ തന്ന പൈസ വീണ്ടും തിരിച്ചു കൊടുക്കരുത് എന്നുകൂടി ഒരു സഹോദരൻ അവർക്ക് 1,00,000-ലധികം രൂപ കൊടുത്ത് സഹായിച്ച ആ സഹോദരൻ ഇന്ന് അവർ ഉടമ്പടി പുതുക്കുമ്പോഴുണ്ടായ ഒരു അനുഭവമായിരുന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ആ സഹോദരൻ ഇവർക്ക് ദാനമായി കൊടുത്ത വായ്പയായി കൊടുത്ത ഇനി തിരിച്ചു കൊടുക്കണ്ട എന്നുള്ള ഒരു വലിയ അറിയിപ്പ് കൂടി അവർക്കുണ്ടായി. നാം എപ്പോഴും ഈശോയോട് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി അടിക്കടി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്രൈസ്തവരായ മക്കളുടെ വിശ്വാസത്തിൻ്റെ ലെവൽ എവിടെ എത്തിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ
ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, സ്നേഹത്താൽ പ്രവർത്തനനിരതമായ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ സ്നേഹം എല്ലാം നിനക്ക് സാധ്യമാക്കി തരും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാധിക രാജനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, കുടുംബപരമായ നിയോഗങ്ങളെയും, കേസ് അകപ്പെട്ടിട്ടുള്ള മക്കളുടെ നിയോഗങ്ങളെയും, ജോലി സംബന്ധമായ നിയോഗങ്ങളെയും, രോഗസൗഖ്യം പ്രാപിക്കാനായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും, ജോസഫ് അച്ഛനിൽ നിന്ന് കൈവയ്പ്പ് ശുശ്രൂഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക്